4 ലേബർ കോഡുകൾ ഇന്നിപ്പോൾ രാജ്യത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ലേബർ കോഡുകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടികൾ, ഏത് തൊഴിലാളിയെ ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള തൊഴിലുടമയുടെ അവകാശം, അതുപോലെ തന്നെ ജോലി സമയം, നമ്മൾ മെയ് ദിനം ആചരിക്കുന്നത് തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, അത് അംഗീകരിച്ചു കിട്ടിയതിന്റെ ഓർമ്മ പുതുക്കലാണ്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തൊഴിലാളികളുടെ ജോലി സമയമെല്ലാം 12 മണിക്കൂറാക്കി മാറ്റി കൊണ്ടുള്ള നിയമമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ടതായിട്ടുള്ള വസ്തുത ഇത് ആർക്ക് വേണ്ടിയാണ്? തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് രാജ്യത്തിന്റെ ഗവൺമെന്റ് കടന്നിരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധമായ നടപടികൾ മാത്രമല്ല, രാജ്യത്ത് നമുക്കറിയാം ഏറ്റവും വലിയ വിഭാഗം കൃഷിക്കാരാണ്. ആ കാർഷിക മേഖല തകർത്തെറിയുന്നതിനുള്ള കാര്യങ്ങളിലേക്കാണ് നരേന്ദ്രമോദി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധമായ, ജനവിരുദ്ധമായ, കർഷക വിരുദ്ധമായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലാളികൾ ഇന്ന് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള പൊതുപണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുപണിമുടക്കിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള AITCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് KP രാജേന്ദ്രൻ സംസാരിക്കും. സഖാവിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഐതിഹാസികമായ പൊതുപണിമുടക്ക് രാജ്യത്തെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ നാളെ അർദ്ധരാത്രി 12 മണി വരെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പണിമുടക്കിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളോടൊപ്പം ഇന്ത്യയിലെ എല്ലാ കർഷക പ്രസ്ഥാനങ്ങളും ചേർന്നിട്ടുള്ള സംയുക്ത കിസാൻ മോർച്ച ഈ പണിമുടക്കിൽ പങ്കാളികളാകുകയാണ്. ഇത് ഫലത്തിൽ തൊഴിലാളി കർഷക പണിമുടക്കാണ്. ഈ പണിമുടക്കിൽ പങ്കാളികളാകാൻ രാജ്യത്തെമ്പാടുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ, വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് നിന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ തൊഴിലാളികളും കർഷക തൊഴിലാളികളും കർഷകരും ഒരുമിച്ച ഈ സമരം ഇന്ത്യയിലെ എല്ലാ ബഹുജന പ്രസ്ഥാനങ്ങളും, ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും, അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ CPIM ഉൾപ്പെടെയുള്ള എല്ലാ ഇടതുപക്ഷ പാർട്ടികളും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്നത്തെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. രാജ്യത്തെമ്പാടും BJPയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഒഴിച്ച് എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്നത്തെ ഈ പണിമുടക്കുമായി പങ്കെടുക്കുകയാണ്, പണിമുടക്കുമായി സഹകരിക്കുകയാണ്. ഈ പണിമുടക്ക് സമരത്തിൽ, ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും ഒരൊറ്റ തൊഴിലാളി പോലും ഇന്ന് ജോലിക്ക് കയറുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐതിഹാസികമായ ഈ സമരത്തിൽ ഏകദേശം 30 കോടിയിലേറെ 40-45 കോടിയോളം വരുന്ന തൊഴിലാളികളും കൃഷിക്കാരും മറ്റു വിവിധ പ്രസ്ഥാനങ്ങളും എല്ലാം അണിനിരക്കുമ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷവും ഈ സമരത്തിന്റെ ഭാഗമായി മാറുന്ന അഭൂതപൂർവമായ ഐതിഹാസികമായ ഒരു ചരിത്ര പണിമുടക്കാണ് ഇന്ന് ഈ 12 മണി മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലേബർ കോഡുകൾ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കോർപ്പറേറ്റ് കോഡുകൾക്കെതിരായിട്ടാണ് നമ്മുടെ ഈ വലിയ ഐതിഹാസികമായ സമരം. തൊഴിലാളികളുടെ മൗലികമായ സംഘടിക്കാനും വിലപേശാനും അവകാശങ്ങൾ നേടിയെടുക്കാനും തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് തൊഴിലാളികൾ അടിമകളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ നയം സംശക്തി നീതി 2025 എന്ന നയവും 2025 ഒക്ടോബർ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന മറ്റൊരു നിയമവും പാർലമെന്റിൽ പാസാക്കി കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് വൈദ്യുതി ഭേദഗതി ബില്ലും കർഷകർക്കെതിരായ വിത്ത് ബില്ലും ഉൾപ്പെടെയുള്ള ഒട്ടേറെ നിയമങ്ങൾ, ജനദ്രോഹ നിയമങ്ങൾ, തൊഴിലാളി ദ്രോഹ നിയമങ്ങൾ, കർഷക ദ്രോഹ നിയമങ്ങൾ, രാജ്യത്തിന് വിരുദ്ധമായ ഒട്ടേറെ നിയമങ്ങളും ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കാനല്ല ഇന്ത്യയിലെ തൊഴിലാളികളും കൃഷിക്കാരും ഇന്ത്യയിലെ ബഹുജന പ്രസ്ഥാനങ്ങളും ഒരുപോലെ അണിനിരന്നുകൊണ്ട് ഇതിനെ ചെറുക്കാൻ, ഈ ജനദ്രോഹ നയങ്ങളെ, നിയമങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്താനുള്ള ഐതിഹാസികമായ ഒരു മഹാസമരത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളാകുന്നത് എന്ന അഭിമാനത്തോടുകൂടി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പണിമുടക്ക് സമരം വമ്പിച്ച വിജയമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വരുന്ന 24 മണിക്കൂറും സദാ ജാഗരൂകരായി ഈ സമരത്തിന്റെ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്ന വിധത്തിൽ ഈ മഹത്തായ സമരം നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ അർദ്ധരാത്രിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ തൊഴിലാളികളെയും, സഖാക്കളെയും, സഹോദരിമാരെയും, എല്ലാ ബഹുജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്ത ട്രേഡ് യൂണിയൻ സഭയുടെ പേരിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ പണിമുടക്ക് കേരള സംസ്ഥാനത്തുടനീളം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഒന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദേശീയ പണിമുടക്ക് വമ്പിച്ച വിജയമാക്കാൻ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.